വെൽക്കം ബാക്ക് ടു എജ് വാലറ്റ്. അപ്പോൾ നാളെ ഇമ്പ്രൂവ്മെൻ്റ് എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്. പലർക്കും ടൈമിൻ്റെ കാര്യങ്ങളും ഏതൊക്കെയാണ് ഡേറ്റ്സ് എന്നൊക്കെ മറന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. മാത്രമല്ല നാളെ ഇമ്പ്രൂവ് ചെയ്യുന്ന കുട്ടികൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ എല്ലാവരും നമ്മൾ കുറേ വീഡിയോസ് ഇപ്പോൾ കെമിസ്ട്രിയുടെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം കണ്ട് പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യം പറയട്ടെ, നാളെ ഉച്ചയ്ക്ക് ശേഷം, രാവിലെയും ഉച്ചയ്ക്ക് ശേഷം പരീക്ഷ ഉണ്ട്. രാവിലെ നമുക്ക് സോഷ്യോളജി അങ്ങനെ സബ്ജക്റ്റുകളൊക്കെയാണ്. അപ്പോൾ നമ്മളിടുന്ന മെയിൻ സബ്ജക്റ്റ് കെമിസ്ട്രിയാണ്. കെമിസ്ട്രി അതുപോലെ തന്നെ ബിസിനസ് സ്റ്റഡീസൊക്കെ നാളെ ഉച്ചയ്ക്ക് ശേഷമാണ് പരീക്ഷ വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ നോക്കി വെക്കുക. സമയത്തിന് തന്നെ എത്തുക. ഹാൾ ടിക്കറ്റും കാൽക്കുലേറ്ററും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിലില്ലേന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ, സോ നിങ്ങൾക്ക് എല്ലാവർക്കും സമയം അറിയാലോ. നമുക്ക് കെമിസ്ട്രി എക്സാമൊക്കെ 60-ലാണ്. അതേപോലെ തന്നെ ഫോക്കസ് ഏരിയ ഉണ്ട്. ഫോക്കസ് ഏരിയ പഠിച്ചത് നിങ്ങൾക്ക് അത്യാവശ്യം മാർക്കാവും. ഫുൾ മാർക്കോ അതിൽ കൂടുതലും നിങ്ങൾക്ക് വാങ്ങാനായിട്ട് പറ്റും. കഴിഞ്ഞ +1 ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എങ്ങനെയായിരുന്നോ അതേപോലെ തന്നെയാണ്. പക്ഷേ കൂൾ ഓഫ് ടൈമിൽ കുറച്ച് ടൈം ഡിഫറൻസ് ഉണ്ട്. കഴിഞ്ഞ എക്സാമിന് 20 മിനിറ്റ്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് 50 മിനിറ്റ്സേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് വേഗം വേഗം അറിയുന്ന ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് മാർക്ക് ചെയ്യുക. ഫോക്കസ് ഏരിയ ബേസ് ചെയ്ത് ഇപ്പോൾ പഠിക്കുക. ഓക്കെ, അപ്പോൾ അതാണ് നാളെ കെമിസ്ട്രി എക്സാമാണ്. അത് കഴിഞ്ഞിട്ട് 1-ാം തീയതി നമുക്ക് എക്സാം ഉണ്ട്. സബ്ജക്റ്റുകളും കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. എല്ലാവരും നോക്കുക. പല കുട്ടികളും ഏതൊക്കെ സബ്ജക്റ്റ് എന്നൊക്കെയാണെന്ന് അറിയാത്തവരുണ്ട്. അപ്പോൾ 4-ാം തീയതി വരെ നമുക്ക് എക്സാം ഉണ്ട്. അപ്പോൾ എല്ലാവരും ഏതൊക്കെ സബ്ജക്റ്റാണ് ഇമ്പ്രൂവ് ചെയ്യുന്നത് നോക്കിയിട്ട് ആ സബ്ജക്റ്റുകളൊക്കെ ആ ഡേറ്റൊക്കെ ഒന്ന് എഴുതി വെക്കുക, പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നാളത്തെ പരീക്ഷയ്ക്ക് ഇപ്പോൾ ഇതുവരെയും പ്രിപ്പയർ ചെയ്യാത്തവരെന്തെങ്കിലും, പല കുട്ടികളും മെസ്സേജ് അയക്കുന്നുണ്ട് പനിയായിരുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസോ പല പല ഇഷ്യൂസ് നമുക്ക് ഉണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ളവരെ നാളെ രാവിലെ വരെ നമുക്ക് സമയമുണ്ട്. ഇപ്പോൾ കെമിസ്ട്രി എക്സാം ആണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമാണ്. ഉച്ച വരെ നിങ്ങൾക്ക് സമയമുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്താലും ഇപ്പോൾ ഒരു 5-6 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. അല്ലാതെ ഒക്കെ പോയി ഇനി ഒന്നും പഠിക്കേണ്ട എന്നുള്ള മൈൻഡൊന്നുമല്ല. എല്ലാവരും എന്ത് ചെയ്യുക, ഒന്നുകിൽ നമ്മളെ ചാനലിൽ തന്നെ ഇട്ടിട്ടുള്ള വീഡിയോസ് മാത്രം പഠിച്ച് നിങ്ങൾക്ക് അത്യാവശ്യം മാർക്ക് കിട്ടും. നമ്മൾ ഓൾറെഡി ഇന്ന് മോർണിംഗ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള. ആ വീഡിയോ കാണാം. അതേപോലെ നമ്മൾ കഴിഞ്ഞ പബ്ലിക് എക്സാമിന് ഇതുപോലൊരു വീഡിയോ, ഒരു 27 മിനിറ്റ്സിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ടതെല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ. ആ 2 വീഡിയോസ് കണ്ടാൽ തന്നെ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതേപോലെ മോളിക്കുലർ ഓർബിറ്റൽ തിയറി. അപ്പോൾ നമ്മൾ ഓൾറെഡി ടെലിഗ്രാം ചാനലിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതൊക്കെ എല്ലാം കൂടി ഒരു ഒറ്റ ലിങ്കായിട്ടൊക്കെ ഇട്ടിട്ടുണ്ട് ടെലിഗ്രാമിൽ. അപ്പോൾ നിങ്ങൾക്ക് ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മസ്റ്റായിട്ടും കാണണം. ഇതുവരെ ഒന്നും പഠിക്കാത്തവരെ എന്തായാലും കാണണം. പാസ്സാവണം എന്നുള്ളവർക്കൊക്കെ കുറേ ഇമ്പോർട്ടൻറ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൻ്റെ ഒക്കെ ഞാൻ ലിങ്ക് വൈസ് ഓരോ ടോപ്പിക്ക് വൈസായിട്ടൊക്കെ ടെലിഗ്രാമിൽ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്താൽ അതൊക്കെ നിങ്ങൾക്ക് വേഗം ഈസി ആയിട്ട് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ സെർച്ച് ചെയ്യാൻ നിൽക്കണം. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യുക. അതിൽ ഞാനിങ്ങനെ ഓരോ ടോപ്പിക് വൈസും ചാപ്റ്റർ വൈസൊക്കെ ലിങ്കുകളും കാര്യങ്ങളൊക്കെ ഒപ്പം ഇടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് പ്രകാരം പഠിച്ചു പോവാം. ഇനിയുള്ള സമയമെങ്കിലും പഠിക്കാൻ. നിങ്ങൾക്കിപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ കാര്യമില്ലാതെ അല്ലെങ്കിൽ ഗൗരവമല്ലാണ്ട് കാണരുത്. ഇതിൽ നിങ്ങൾക്ക് 1 മാർക്കോ 2 മാർക്കോ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്താലും അത് വലിയൊരു കാര്യമാണ്. നിങ്ങൾക്കത് +2-ൽ ഉപയോഗപ്പെടും. +2-ൽ ചിലപ്പോൾ നിങ്ങൾക്ക് 1 മാർക്കിനോ 2 മാർക്കിനോ A+ പോവാം. അത് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്ത് വാങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് +2-ൽ ഉപയോഗമാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് +2 റിസൾട്ട് വരുമ്പോഴേ മനസ്സിലാവുള്ളൂ. +2 റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് തോന്നും, ആ ഇമ്പ്രൂവ്മെൻറ്റിലെങ്കിൽ നന്നായിട്ട് പഠിച്ചാൽ ഒന്ന് A+ ആയിരുന്നു അല്ലെങ്കിൽ ഒന്ന് പാസ്സായിരുന്നു എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെ സീരിയസ് ആയിട്ട് തന്നെ കാണാം. ഫസ്റ്റ് എക്സാം തന്നെ നിങ്ങൾ ഉഴപ്പി പഠിക്കാതൊന്നും നടക്കരുത്. പഠിക്കുക, നന്നായിട്ട് പഠിച്ചിട്ട് എക്സാം എഴുതുക. എന്നാലും ഒരു കോൺഫിഡൻസ് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ കുറേ സബ്ജക്റ്റ് എഴുതുന്നവർ ഇപ്പോൾ നാളത്തെ സബ്ജക്റ്റ് ഏതാണോ അത് നോക്കിയിട്ട് പഠിക്കുക. ഇനി മാത്സോ ബാക്കിയുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾ പഠനം മുന്നോട്ട് കൊണ്ടുപോകുക. നന്നായിട്ട് പഠിക്കുക. ഈ 2-3 ദിവസം നിങ്ങൾ +2 ഒക്കെ ഒന്ന് മാറ്റി വെച്ച് നന്നായി ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ നല്ലോണം നിങ്ങൾക്കത് യൂസ്ഫുള്ളാണ്. നിങ്ങളെ പെർസെൻറ്റേജ് കൂട്ടാനും +2-ലൊക്കെ നിങ്ങൾക്ക് അത്രയും കുറച്ച് മാർക്ക് മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ഒന്ന് ആൻസർ ചെയ്ത് പഠിക്കാം. സോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. ടൈമിനൊക്കെ നിങ്ങൾ എല്ലാവരും എത്തുക. ഹാൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കുക. സബ്ജക്റ്റ് നോക്കി വയ്ക്കുക. ഓരോരുത്തർ സബ്ജക്റ്റും വ്യത്യാസമാണ്. ഏതൊക്കെ ഡേറ്റ് ആണെന്നൊക്കെ നോക്കി വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. നമ്മൾ ഇനിയും വീഡിയോസ് ഇടുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ ഇനി കെമിസ്ട്രിയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്സ് ഔട്ട് ഉണ്ട്, ഏതെങ്കിലും ഞാൻ ഇട്ടിട്ടില്ല അത് വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോ എന്തായാലും നാളെ ഉച്ച വരെ നമുക്ക് സമയമുണ്ടല്ലോ, അതിനുള്ളിലായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സും പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ നിങ്ങൾ പഠിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം. അത് കാണുക. അതൊക്കെ പഠിച്ചിട്ടില്ലെന്ന് ഉറപ്പ് വരുത്തുക. അത് കൂടാതെ നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്സിന് ഡൗട്ട് ഉണ്ട്, ഒന്നും കൂടി എടുക്കണം എങ്കിൽ എന്തെങ്കിലും ടോപ്പിക്സ് നിങ്ങൾക്ക് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കത് ഇടാം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ബാക്കി നമുക്കിനി മാത്സിൻ്റെ, ഫിസിക്സിൻ്റെ, ഇംഗ്ലീഷിൻ്റെ ഒക്കെ ഇമ്പ്രൂവ്മെൻറ്റ് ക്ലാസ്സുകൾ വീഡിയോസൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.